പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലി, ഈ ചിലിയിലെ ഒരു എഴുത്തുകാരനാണ് ഏരിയൽ ഡോഫ്മാൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധ ലഘുനാടകമാണ് ദ ഡെത്ത് ആൻഡ് ദ മെയ്ഡൻ, കന്യകയും മരണവും. ഈ നാടകത്തിൻ്റെ അരങ്ങ് എന്ന് പറയുന്നത് 1990-കളിലെ ചിലി രാജ്യത്തിൻ്റെ തലസ്ഥാനത്താണ് നടക്കുന്നത്. അവിടെ ഈ നാടകം എന്തുകൊണ്ടും ഏറ്റവും ശക്തമായ ഒന്നും, അതുപോലെ തന്നെ പൈശാചികവും മാത്രമല്ല ക്രൂരവും ആയ ഒരു നാടകമാണ്. ഇത് എങ്ങനെ ഈ നാടകം പൈശാചികമാകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, നാടകം രചിച്ച കാലഘട്ടം ഒന്ന് പരിശോധിക്കാം. ഞാൻ പറഞ്ഞു 90-കളിലാണ്. 90-ൽ ചിലി ഭരിക്കുന്നത് അയന്ത എന്ന ഏകാധിപതിയാണ്. ഈ അയന്തയെ ഒരു പട്ടാള വിപ്ലവത്തിലൂടെ അട്ടിമറിച്ചുകൊണ്ട്, അദ്ദേഹത്തെ വധിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയാണ് പിനാഷെ എന്ന ജനറൽ. അദ്ദേഹം ഏകാധിപതിയാണ്. പിനാഷയുടെ കാലഘട്ടത്തിലാണ് രാജ്യത്ത് ക്രൂരതകൾ കൊടികുത്തുവാണത്. മാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും വളരെയധികം പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് പോളിന എന്ന ഒരു സ്ത്രീ, അവർ പിനാഷയുടെ തടവറയിൽ കഴിയുകയാണ്. ആ തടവറയിൽ കഴിയുന്ന സമയത്ത് മിറാൻഡ എന്നൊരു ഡോക്ടർ അവളെ ക്രൂരമായിട്ട് മാനഭംഗപ്പെടുത്തുകയാണ്. കൈയും കാലും കണ്ണും ഒക്കെ കെട്ടിയിട്ട് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. ഇത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെറാർഡോ എന്നൊരു നിയമജ്ഞൻ, ഈ നിയമജ്ഞൻ്റെ ഭാര്യയാണ് പോളിന. നിയമജ്ഞനെ അവിടെ അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയാണ്. അക്രമങ്ങൾ ഈ അക്രമങ്ങളിൽ എത്ര ആളുകൾ മരിച്ചു എന്നുള്ള മരണത്തിന് കണക്കെടുക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വയ്ക്കുകയാണ്. ഈ കമ്മീഷൻ അംഗമായിട്ട് ഹെറാർഡോ നിയമിക്കപ്പെടുകയാണ്. ഇവിടെ വീട്ടിൽ വന്ന് ഭാര്യനെ കണ്ടു. അവൾ ചോദിക്കുകയാണ്, ഈ കമ്മീഷൻ മരണത്തെ മാത്രമല്ല അന്വേഷിക്കുന്നുള്ളൂ, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്ക് അനുഭവപ്പെട്ട ദുരിതങ്ങളും പീഡനങ്ങളും അത് ഈ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മീഷനെ തള്ളിക്കളയണം എന്നുള്ള ഒരു അഭിപ്രായം അവൾക്ക് വന്നു. പക്ഷേ ഇത് പ്രസിഡന്റ് നിയമിച്ചാണ്. ആ സമയത്താണ് മിറാൻഡ അവിടെ വരുന്നത്. മിറാൻഡ ഹെറാർഡോയുടെ കൂട്ടുകാരനാണ്. അവിടെ വന്നു. കാരണം അദ്ദേഹം വന്നത് അഭിനന്ദിക്കാനാണ്, കമ്മീഷൻ അംഗമായതിൻ്റെ പേരിൽ അഭിനന്ദിക്കാൻ വരികയാണ്. അപ്പോൾ പോളിന കാണുകയാണ്, അതേ ഡോക്ടർ തന്നെ പിനാഷയുടെ തടവറയിൽ വെച്ച് പീഡിപ്പിച്ച അതേ ഡോക്ടർ അവൾ തിരിച്ചറിയുകയാണ്. അവൾ ഉടനെ തന്നെ ഭർത്താവിനോട് പറയുകയും അവിടെ ഇരുന്ന കസേരയിലെ മിറാൻഡയെ പിടിച്ച് കെട്ടി തോക്കെടുക്കുകയാണ്. നിങ്ങൾ സത്യം പറയണം, നിങ്ങളല്ലേ എന്നാന്ന് പീഡിപ്പിച്ച് മൃഗീയമായി പീഡിപ്പിച്ച് ദ്രോഹിച്ചത് നിങ്ങളല്ലേ, നിങ്ങളത് പറയണം നിങ്ങൾ സത്യം പറയണമെന്ന് പറയും. ആദ്യം മിറാൻഡ എതിർക്കും, പിന്നീട് നിവൃത്തിയില്ലാതെ തോക്ക് ചൂണ്ടുമ്പോൾ നിവൃത്തിയില്ലാതെ പറയുകയാണ്, ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ചൂണ്ടുന്ന സമയത്ത് ഒരു കണ്ണാടി നേരെ സ്റ്റേജിൻ്റെ നടുവിൽ രണ്ടുപേരുടെ നടുവിലേക്ക് വന്ന് നിൽക്കുകയാണ്. ആ കണ്ണാടി
ഒരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? മനുഷ്യന് ഇത്ര ക്രൂരനാകാൻ കഴിയുമോ? അതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ആ കണ്ണാടിയിൽ തന്നെ പ്രതിഫലിക്കുകയാണ്. മനുഷ്യന് മാത്രമേ ഇത്രയും ക്രൂരനാകാൻ കഴിയുള്ളൂ എന്ന് പറയുക. ആ സമയത്ത് അവൾ തോക്കെടുത്ത് വെടിവെക്കുകയാണ്. ഇതാണ് നാടകത്തിൻ്റെ അവസാനം. നന്ദി.